അങ്കമാലി ശബരി റെയിൽവേ പാത യാഥാർത്ഥ്യമാകാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനം. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി ഉടൻ കേരളത്തിലെത്തും. സിൽവർ ലൈൻ പദ്ധതി ചർച്ചയായില്ല എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രിയായി ചർച്ച ചെയ്തത്. അതിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തുകയും അവിടെ ഒരു യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ, ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിനീത വിജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, എന്തൊക്കെ വിഷയങ്ങളിലാണ് ഇന്ന് റെയിൽവേ മന്ത്രിയും മുഖ്യമന്ത്രിയും ധാരണയിലെത്തിയിരിക്കുന്നത്? അങ്കമാലി ശബരി റെയിൽപാത അതിൽ പ്രധാനമാണ്. നമ്മൾ കേരളത്തിൽ എത്രയോ പതിറ്റാണ്ടായി ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ കാണുന്നുണ്ട്. നമ്മൾ അതിൽ ഒരു ചുവട് മുന്നോട്ട് എന്നാണോ ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും വിജയകുമാർ, കേരളത്തിന്റെ അത്തരത്തിലേക്ക് വലിയൊരു ആഗ്രഹം അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് അല്പസമയം മുൻപ് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ഒപ്പം തന്നെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് എന്നിവരും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. ആ ചർച്ചയിൽ പക്ഷേ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഇന്ന് ഉണ്ടായില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ തീർത്ഥാടകരടക്കം ആവശ്യപ്പെടുന്ന അവരുടെ ഏറ്റവും വലിയൊരു പദ്ധതി തന്നെയാണ് ഈ അങ്കമാലി ശബരി റെയിൽപാത എന്നത്. അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. ഈ അങ്കമാലി ശബരി റെയിൽവേ പാത ജൂലൈയോടുകൂടി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക സംഘം, കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യോഗം ചേരും. യോഗം ചേർന്നതിന് ശേഷം ആ പ്രത്യേക സംഘം കേരളത്തിൽ സന്ദർശനം നടത്തും. ജൂലൈയോടുകൂടി ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. സിൽവർ ലൈൻ പദ്ധതി ചർച്ചയായിട്ടില്ല. പക്ഷേ അങ്കമാലി ശബരി പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ് ഡൽഹിയിൽ നടന്ന ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയുമായി കണ്ടു. ഒരുപക്ഷെ കൂടുതൽ തീരുമാനം മുഖ്യമന്ത്രി തന്നെ ഇന്ന് അറിയിച്ചേക്കും. പ്രാഥമിക വിവരങ്ങളാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്.